മാധുരി ഒരു പാട്ട് പാടത്തരൂടോ? പാട്ട് പാടത്തരോ? ചിരിച്ചേ ചിരിച്ചേ ചിരിക്കുവോ? ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ശ്രീവിഷ. ജിൽടി പ്രസൻസ് ദമാക്ക സീസൺ 2 മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഏഴൂം ഗ്രാമപഞ്ചായത്തിലെ കണ്ണോം LP സ്കൂളിലാണ്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിന്നായാലോ അങ്ങോട്ട് പോവാ അല്ലേ? കമോൺ. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കണ്ണോം LP സ്കൂളിലെ HM-ആണ്. മാമിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് മാം. ഹായ്. മാമിന്റെ പേര്? ചിന്ത. ഓക്കെ. മാം എവിടുന്നാ വരുന്നേ? ഞാൻ ഉദിനൂര്, തൃക്കരിപ്പൂര്. ആണോ? എത്ര കാലം ഇവിടെ HM-ആയിട്ട് ജോയിൻ ചെയ്തിട്ട്? HM-ആയിട്ട് 2 വർഷം. ഇതിന് മുമ്പ് എവിടെയായിരുന്നു? മുമ്പ് വെള്ളൂർ സ്കൂള് 2 വർഷം ഉണ്ടായിരുന്നു. മൊത്തം 20 വർഷമായി. 20 വർഷത്തെ സർവീസ് ആണല്ലേ? 22 വർഷം. 20 വർഷം സ്കൂളിൽ തന്നെയായി. 2 വർഷം വെള്ളൂർ അല്ലേ? ഓക്കെ. ഈ സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത് മാമിന്? ഈ സ്കൂൾ എന്ന് പറഞ്ഞാല് നമ്മള് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഈ സ്കൂള് നിർമ്മിച്ചിരുന്നു. നമ്മൾ ആദ്യം ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു 1936. പുതിയ ബിൽഡിംഗ് ആയിട്ട് ഒരു 12 വർഷം ആയി. പിന്നെ സ്കൂള് നല്ല സ്കൂളാണ്. നല്ല PTA-ക്കാരാണ്, നല്ല അധ്യാപകരെല്ലാം നല്ല സഹകരണത്തോടെ ഇതാണ്. പിന്നെ നല്ല നല്ല കുട്ടികളാണ്. ചുറ്റുവട്ടാണെങ്കിലും എല്ലാവരും നല്ല സഹകരണമാണ്. നല്ല സ്കൂളാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. എടുക്കട്ടെ മൈക്ക്. ഇനി പാടാനുണ്ടോ? ഇനി ഉണ്ടോ പാടാൻ? ഉണ്ടെങ്കിൽ പറയണേ. എല്ലാവർക്കും ഇനി പാടാനുണ്ടോ? കഴിഞ്ഞോടാ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഒന്ന് ടീച്ചറെ വിളിച്ചാലോ? വിളിക്കട്ടെ ഞാൻ. അത് നിങ്ങൾ ടീച്ചറൊന്ന് വിളിച്ചേ ഇങ്ങോട്ട്. ടീച്ചറെ വാ പറ. ഒച്ചത് പറ, എന്നാലല്ലേ വരൂ. ടീച്ചറെ വാ പറ. നാണാണോ ടീച്ചർ വിളിക്കാൻ? പറ. ടീച്ചറെ വാ പറ. വാ ടീച്ചർ ഒന്ന് വന്നേ. ടീച്ചർക്ക് സൗണ്ടൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ടൊന്ന് സ്കിപ്പാവാന്നല്ല, ടീച്ചർക്ക് ശരിക്കും വയ്യ അല്ലേ? ടീച്ചർ ഇങ്ങനെ വന്നോളൂ. ടീച്ചർ പേര് പറഞ്ഞോളൂ. സുജാത. എവിടുന്നാ വരുന്നേ? ഇവിടെ അടുത്ത് തന്നെയാണ്. എത്ര കാലമായി ഈ സ്കൂളിൽ വന്നിട്ട്? ഇവിടെ 8 വർഷമായി. 20 വർഷമായി ഞാൻ കുട്ടികളുടെ കൂടെ തന്നെയുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 20 വർഷമായി. ഈ സ്കൂളിൽ 8 വർഷം. ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? നല്ല സ്കൂളാണ്, നല്ല കുട്ടികളാണ്. അതുപോലെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും HM-ന്റെ ഭാഗത്തുനിന്നായാലും പേരൻസിന്റെ ഭാഗത്തുനിന്നായാലും നല്ല സഹകരണമാണ്. ഓക്കെ. ടീച്ചർക്ക് വയ്യ കേട്ടോ അല്ലേ? ആണ്. അതുകൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തായാലും ഒരു പാട്ടൊക്കെ കഴിഞ്ഞിട്ടേ വിടൂ അല്ലേ? ടീച്ചർ വിടട്ടെ? വിടാം അല്ലേ? താങ്ക് യു ടീച്ചർ, താങ്ക് യു. പിന്നെ മക്കളെ പേരാ? ഇന്ന് 4 മിനിറ്റ് ഓടി. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെട്ടോട്ടെ. എല്ലാരും പരിചയപ്പെടട്ടെ. പേര് അറിയോ? എന്നിട്ട് ഞാൻ ഒരു പാട്ടും പഠിപ്പിക്കും. ഒരു പാട്ട് പാടിത്തരുമോ? ഒറ്റ കാല ധൈര്യമായിട്ട് പാട്ട് പാടാൻ വരുന്നേ. മിടുക്കിയാണ്. അപ്പൊ ഇയാൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പേരെന്താ?
ആർഷിക. ഏത് പാട്ടാ പാടത്തിരുന്നേ? അങ്ങോട്ട് നോക്കണ്ട, ഒറ്റക്ക് പാടും പറഞ്ഞിട്ട്. ഏത് പാട്ടാ? ഉഷാറായിട്ട് വന്നതല്ലേ അല്ലേ? പാട്ട് കേക്കാ അല്ലേ? ഏത് പാട്ടാ പാടത്തിരുവാ? ആലോചിക്കട്ട് സമയം വേണോ? ഞാൻ അങ്ങ് പോയിട്ട് ഇങ്ങ് വരുമ്പോഴത്തേക്ക് ആലോചിക്കാം അല്ലേ? ആലോചിക്കാം. അപ്പൊ പേരെന്താ? ബിലാൽ. ഓ, എന്തിനൊന്ന് ആലോചിച്ചു. എന്റെ പേരെന്തായിരുന്നു? ബിലാൽ. എവിടുന്ന വരുന്നേ? 71. പിന്നെ എവിടുന്നാ? പേരെന്താ? റയാൻ. എവിടുന്ന വരുന്നേ? 71 തന്നെയാണോ? നിങ്ങൾ അയൽവാസികളാ ആണോ? നിങ്ങൾ പേരെന്താ? രുദ്രാംശ് ആണോ? എവിടുന്ന വരുന്നേ? 70 അവൻ താഴെയാണ്. 71 അല്ലേ? ചുമ്മാ പറയാണല്ലേ? ആണോടാ? പാവട്ടാ, കൺഫ്യൂഷനായി. പേരെന്താ? ധ്യാന. എവിടുന്ന് വരുന്നേ? പോയി, ആള് പോയി കേട്ടോ. അപ്പുറത്തെ ആളത് ശരിയായി കൊടുത്തിട്ട് സ്വന്തം സ്ഥലം മറന്നല്ലേ? മറന്നുപോയോ? പോട്ടെ അല്ലേ? എവിടുന്ന് ആയാലും എന്താ, വീട്ടിൽ നിന്നല്ലേ വരുന്നേ അല്ലേ? അത്രേ ഉള്ളൂ. എന്ത് മനസ്സിലായില്ല? എന്താ? ബോട്ടോരത്തുന്നോ? അങ്ങനെ സ്ഥലം ഉണ്ടോ? അവിടുന്നാ വരുന്നേട്ട്. എനിക്ക് സ്ഥലം അറിയില്ല. പേരെന്താ? എവിടുന്ന് വരുന്നു? ആണോ? ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് എല്ലാരും? ആണ്. പേരെന്താ? എന്താ പേടിയാ? ചിരിച്ചേ. എവിടുന്ന് വരുന്നു? ഇവിടെ തന്നെയാണോ? 71 വരുന്നേ. പേരെന്താടാ? നീരവ്. നീ ചിരിക്കൂലേ? എന്നൊന്ന് തന്നോട് ചിരിച്ചേ. എവിടുന്ന് വരുന്നേ? 71 ഇവിടുന്നാണല്ലേ? ഞാൻ ഇവിടുന്നാ വരുന്നേ. പേരെന്താ മോള്? അൻഷ്യ. എവിടുന്ന് വരുന്നേ? കണ്ണോത്തുന്ന വരുന്നേ. എന്താടാ, എന്താ പൊട്ടിക്കുന്നേ? ആരെ ക്ലിപ്പാ നീ മോഷ്ടിച്ചേ? ആരതോ നിലത്തുനിന്ന് കിട്ടിയൊന്ന് എടുത്ത് നോക്കിയല്ലേ? ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും ക്ലിപ്പാണോന്ന്? ചോദിച്ചില്ല അല്ലേ? അതൊന്നും ചോദിക്കൊന്നുമില്ല, നിലത്തുനിന്ന് കിട്ടിയതാന്ന്. അപ്പൊ പാട്ട് പാടാൻ റെഡി ആയോടാ? മൈക്ക് തരട്ടെ? ഞാൻ മൈക്ക് തരട്ടെ? അവള് നാളെ ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ആണോ? നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോടാ? ഞാൻ അങ്ങനെ ബോറടിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ ഗെയിം കളിക്കാ. ഏത് ഗെയിമാ കളിക്കണ്ടേ? ഗെയിമൊന്നും കളിപ്പിക്കൂല, പാട്ട് പാടിക്കോ വേഗം. ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ ഗെയിം എന്ന്? ആണോ? പാട്ട് പാടാൻ ആരുമില്ല? ഒറ്റക്ക് പാട്ട് പാടുവോ? ഞാന് അവിടെ എന്തോ നടക്കുന്നുണ്ട്. എന്താടാ? അവളുണ്ടോ പാട്ട് പാടാൻ? ഇല്ല. അത് ഞാൻ ആദ്യത്തെ ഒരു ഇതിനാണെങ്കിൽ പറഞ്ഞതാ. പാട്ട് പാടുവോ ഒറ്റക്ക്? എടാ വീഴല്ല, നിന്നെ ആവശ്യമുള്ളതാ. പാട്ട് പാടുവോ ഒറ്റക്ക്? അന്ന് ഇരട്ടക്ക് പാടുവോ? രണ്ടാൾ ഒന്നിച്ച് പാടുവോ? ഒന്നിച്ച് പാടും. കൈ വിടൂല അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അന്ന് മൈക്കിടാ. പിടിച്ചോടാ. ഞാൻ പിടിച്ചിരണോ? ഞാൻ പിടിച്ചരാ. പാടുവോ? അപ്പൊ റെഡി. കൺഫ്യൂഷൻ. പാട്ട് Father, mother, brother, Kiyang Guruvina, Kiyang ko, Kiyang Guruvina, Kiyang ko. Nelli marame കുഞ്ഞി കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാൻ ഗുരുവിനാൻ കിയാൻ കോ, കിയാൻ ഗുരുവിനാൻ കിയാൻ കോ. തേക്കുമരമേ കുഞ്ഞിക്കുരുവിക്ക്
വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാങ് കിയാങ് കുരുവിനാൻ കിയാക്കോ, കിയാങ് കിയാങ് കുരുവിന കിയാങ് കിയാങ്കോ. പ്ലാവു മരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല നീ. ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാങ് കിയാങ് കുരുവിനാൻ കിയാങ് കിയാങ്കോ, കിയാങ് കിയാങ് കുരുവിനാൻ കിയാങ് കിയാങ്കോ. മാവു മരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല നീ. ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കിയാങ് കിയാങ് കുരുവിന കിയാങ് കിയാങ്കോ, കിയാങ് കിയാങ് കുരുവിന കിയാങ് കിയാങ്കോ. വാഴച്ചെടിയെ കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല നീ. ഞാൻ തരാലോ കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരാലോ. കാറ്റും മണ്ണും മഴയും പെയ്തല്ലോ, അയ്യോ പാവം നെല്ലി മരം മറിഞ്ഞു വീണല്ലോ. കാറ്റും വന്നിടിയും വെട്ടി മഴയും പെയ്തല്ലോ, അയ്യോ പാവം കേൾക്കുമരം മറിഞ്ഞു. താങ്ക് യു, നന്നായിട്ടുണ്ട് കേട്ടോ. എന്താ പറ്റി ചുമക്കുന്നേ? ഉഷാറല്ലേ? ആ ഉഷാർ, ആള് പാടി തളർന്നതാ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹായ് ഉഷാറുണ്ടല്ലേ? ഹലോ. ആ ഉണ്ട് ഉഷാറുണ്ടല്ലേ? സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? അങ്ങനെ ഡിംപിൾസ് ഒക്കെ ഉണ്ടല്ലോ. സുഖല്ലേ എല്ലാവർക്കും? ആ മൈക്ക് എങ്ങനെ പോകുന്നവിടെ ആന്ന് പറഞ്ഞേ. സുഖാണോ? ഗെയിംസ് ഒക്കെ ഇഷ്ടാണോ? ഗെയിംസ് ഇഷ്ടാണ്. കുസൃതി ചോദ്യമൊക്കെ ഇഷ്ടാണോ? ഏതാ കൂടുതൽ ഇഷ്ടം? അതാരാ പറഞ്ഞേ? കുസൃതി ചോദ്യാണോ നിനക്കിഷ്ടം? നമുക്ക് നോക്കാട്ടോ. ഞാൻ ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്, ചോദിക്കട്ടെ ഞാൻ. അവനങ്ങ് ചിരി വന്നല്ലേ കേട്ടപ്പോ. ടീച്ചേഴ്സിന് പണി കൊടുക്കാൻ ഇഷ്ടാണോ? ടീച്ചേഴ്സിന് പണി കൊടുക്കാൻ ഇഷ്ടാണ്. നോക്കി വെച്ചല്ലോ അല്ലേ? ആരാന്ന് പറഞ്ഞേ നോക്കിയല്ലോ അല്ലേ? നിനക്ക് ടീച്ചറിന് എന്ത് പണിയാ കൊടുക്കണ്ടേ? ഡാൻസ്. ഏത് പാട്ട് വേണം? അല്ലല്ല, എനിക്ക് ഈ ടീച്ചേഴ്സിനെ കണ്ട് ഏത് ടീച്ചർക്ക് ഏത് ഡാൻസിന് കൊടുക്കണം? ഏത് പാട്ട് ഒന്ന് പറഞ്ഞേ, ഞാൻ ഇപ്പൊ ചെയ്യിപ്പിക്കാം. ഏത് ഏത് പാട്ട് പറ? ഏതാ? ഏതെങ്കിലും പാട്ട്. അപ്പൊ റെഡി നിന്നു കേട്ടോ എല്ലാരും കളിക്കാൻ വേണ്ടിട്ട്. അല്ലടാ, അവന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അവനങ്ങ് സന്തോഷം കണ്ടല്ലടാ. അല്ലേ, എനിക്ക് സന്തോഷായോ? ആ ഇങ്ങനെയുള്ള അവസരങ്ങൾ മിസ് ചെയ്യാൻ നമ്മൾ പാടില്ല അല്ലേ? ടീച്ചേഴ്സിന് പണി കൊടുക്കുന്നതൊന്നും അല്ലേ? നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസിലും തരുന്നല്ലേ? അങ്ങോട്ടും കൊടുക്കാം നമുക്കിന്ന്. കൊടുക്കാ? ആ കൊടുക്കാ. അപ്പൊ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങട്ടെ? നിങ്ങൾ എടുക്കാ? കുസൃതി ചോദ്യാണേ. ആൻസർ അറിയുന്നവർ എന്ത് ചെയ്യണം? ആൻസർ അറിയുന്നവര് കൈ പൊക്കണം. ആൻസർ അറിയുന്നവര് കൈ പൊക്കണം. അപ്പൊ ഞാൻ മൈക്ക് തരും, എന്നാൽ മാത്രമേ ആൻസർ പറയാൻ പാടുള്ളൂ. റെഡിയാണോ? ആൻസർ വിളിച്ച് പറയാൻ പാടില്ല. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം ഏതാ?
കലണ്ടറിൽ കാണപ്പെടുന്ന പഴം ഏതാടാ? അറിയോ? എണ്ണോ? അവിടെ പഴം ഫ്രൂട്ട്, ഒരു പഴം അറിയോ? കലണ്ടറിൽ കാണപ്പെടുന്ന പഴം അറിയോ? അറിയില്ല. നിങ്ങൾ തിന്നത് അതെ കലണ്ടറില് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴാ? എടാ അങ്ങനെയല്ല, സംഭവം മനസ്സിലായിട്ടില്ല. ഇതിങ്ങനെയൊന്നും ഇല്ലടാ. കലണ്ടർ ഇല്ലേ? കലണ്ടർ അറിയില്ലേ? അതിലെന്താ ഉള്ളത്? എന്താ പറഞ്ഞേ? ഡേറ്റ്. അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടോ? ഒരു പഴം ഉണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ തിന്നരുത് കേട്ടോ. നിങ്ങളെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിലെല്ലാവരും കാണില്ലേ? കൊടുക്കരുത്, ഇവർക്ക് ആർക്കും ഇല്ല അത് കേട്ടോ. അവിടെ ഡേറ്റ്സ്, ഈത്തപ്പഴം തിന്നലുണ്ടോ? ഇത് തിന്നണ്ടോ? നിർത്തിക്കോ, രാജി വെച്ചോ കേട്ടോ. അപ്പൊ അതാ ആൻസർ, ഡേറ്റ്സ് കേട്ടോ. ഇനി നമുക്കൊരു ടീച്ചർ വിളിച്ച് പണി കൊടുത്താലോ? എന്താ ഉഷാറ്, ക്വസ്റ്റ്യൻ കാണിക്കും. ഇതൊന്നും കണ്ടിട്ടില്ല, പഴം അങ്ങനെയൊക്കെ ആൻസർ പറഞ്ഞേ. ഏത് ടീച്ചർ വേണം പണി കൊടുക്കാൻ വേണ്ടിട്ട്? ഏതെങ്കിലും ചൂസ് ചെയ്തെടുത്തോ. ആയിരിക്കാ പണി കൊടുക്കണ്ടേ? ആരാ സാറിന്? രേഷ്മ ടീച്ചർ ആരാ? എന്താ മഞ്ഞക്കുപ്പായിട്ട ടീച്ചറാണോ? അപ്പൊ ഫസ്റ്റ് സാറിന് വേണോ ടീച്ചർക്ക് വേണോ? എടാ നിനക്കെന്താ ഇത്ര സാറിന് പണിയെടുക്കാറ്റ്? സാർ നമുക്ക് സാറിനൊന്ന് വിളിക്കാല്ലേ എന്നാ ആദ്യം? എന്നാ സാർ ഒന്നിങ്ങ് വരൂ. ടീച്ചർ അടുത്ത ടീച്ചറാ കേട്ടോ, റെഡി ആയി നിന്നോ കേട്ടോ. അപ്പൊ കൊടുക്കട്ടെ പണി. സാറിന്റെ പേരെന്താ? ശ്രീഹരി. ശ്രീഹരി എവിടുന്നാ വരുന്നേ? ശ്രീകണ്ഠപുരം. അത് ശരി, ശ്രീഹരി സാർ വരുന്നത് ശ്രീകണ്ഠപുരത്തിനാണ്. അപ്പൊ കുട്ടിലെ പണി എടുക്കാ. എന്താണ് ഇവനെ പറ്റിയ അഭിപ്രായം? നല്ല കുട്ടിയാ. നല്ല കുട്ടിയാണ്. അതാടാ, അത് നിന്നൊന്നും ആക്കിയതാടാ. നീ ഇങ്ങനെ നോക്കി, നല്ല കുട്ടിയാ, ശരിയാക്കി തരാം ഞാൻ. അപ്പൊ എന്താ ഗെയിം എന്നറിയോ? ഇല്ല, ഞാൻ ഒരു അക്ഷരം തരും. അപ്പൊ ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരം തുടങ്ങുന്ന ആൻസർ മാത്രമേ പറയാൻ പാടൂ. റെഡി? റെഡിയല്ലേ? റെഡിയല്ലേ? വരണം കേട്ടോ. അപ്പൊ ഏത് അക്ഷരം എടുക്കണ്ടേ? ഓക്കെ, കായാണ്. പേരെന്താ? ശ്രീ. ഓക്കെ, ട്രാക്കിൽ വന്നില്ലേ? പേരെന്താ? പറഞ്ഞു കൊടുക്കില്ലേ, പണി കൊടുക്കുന്നതാ. കിരൺ. കിരൺ. ഓക്കെ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആക്കായിരുന്നല്ലേ അല്ലേ ടീച്ചറ്? അപ്പം എവിടുന്ന വരുന്നേ? കണ്ണപുരം. ആണ് അല്ലേ? ഓക്കെ. രാവിലെ എന്താ ഫുഡ് കഴിച്ചേ? കടല. കടല. എവിടുന്ന വരുന്നേ? നേരത്തെ പറഞ്ഞ കണ്ണൂര്. ഓക്കെ, എന്തായാലും പറഞ്ഞു. ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കണോട്ടോ. നിനക്കേ ചോദിക്കണ്ടേ? നീ ചോദിക്ക്. എന്തിനാ ഇവിടെ വന്നേ? കളിക്കാൻ. എന്ത് കളിക്കാൻ? ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്തുകൊണ്ട് ഇത്ര ഇഷ്ടം? ക്രിക്കറ്റ് കണ്ടത്തിന് കളിക്കാൻ പറ്റുന്നുണ്ട്. ക്രിക്കറ്റ് കണ്ടത്തിന്. കണ്ടം ഇഷ്ടമാണോ? ഇഷ്ടം. കണ്ടം എന്തുകൊണ്ട് ഇഷ്ടം? കണ്ടത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. സാറിന് എന്നാ അങ്ങോട്ട് വിടാല്ലേ? പാട്ട് പാടാൻ അറിയോ സാറിന്? എന്നൊരു പാട്ട്. റെഡി? പാട്ട്. പാട്ട് കിട്ടി. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ, ഇന്നും ഞാനും ഒരന്യനെ പോൽ, വെറുമന്യനെ പോൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ക്ലാപ്പ് ചെയ്തേ. ചിരിക്കടാ, നീയൊക്കെ ചിരിക്കും. ഇവിടെ കൊണ്ടുപോയിട്ട് നീയൊക്കെ ഇങ്ങനെ ചിരിക്കേ അല്ലേ? താങ്ക് യു സർ, താങ്ക് യു. സന്തോഷായോ നിനക്ക്? നീ ഹാപ്പി ആണോ? നീ ഹാപ്പി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത എവിടെ ടീച്ചർ എവിടെ? നമുക്കൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ആ ടീച്ചറിലോട്ട് പോകാം. അപ്പോഴത്തേക്ക് എന്ത് ഗെയിം കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. റെഡി? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എടുത്തു. തിന്നാൻ പറ്റുന്ന നിറം.
മഞ്ഞ ഓറഞ്ച്. ആ ശരിയാണല്ലേ, അത് ശരിയാ. അപ്പൊ ഞാനത് എടുത്ത്, കാരണം അതല്ല ആൻസർ എങ്കിലും അത് അവൻ പറഞ്ഞ കറക്റ്റാ. ക്ലാപ്പ് ചെയ്തോ. പേരെന്താടാ? ആദി. ആദിക്കുട്ടൻ പറഞ്ഞ ഉത്തരം ഹാദിയാണോ? ആ ഹാദി പറഞ്ഞ ഉത്തരം ശരിയാട്ടോ. പിന്നെ ടീച്ചറെ വിളിക്കാം. വിളിക്കട്ടെ? വിളിച്ചോളൂ. അപ്പൊ ഹലോ. ടീച്ചറുടെ പേരെന്താ? ജയലക്ഷ്മി. ജയലക്ഷ്മി. എവിടെന്നാ വരുന്നേ? ഞാൻ നടുവിൽ. ഓക്കെ. എത്ര കാലം ഇവിടെ? ഞാൻ 2 വർഷം. 2 വർഷമായി. എന്ത് പണിയാ മക്കളെ കൊടുക്കണ്ടേ? കമോ. ഡാൻസോ? പാവല്ലേ ടീച്ചർ? എല്ലാന്നോ. എടാ ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങ് പോവും, പിന്നെ നിങ്ങൾ ഇവിടെ. മനസ്സിലായോ? പണിയൊക്കെ ഇപ്പോഴേ നടക്കും, അത് കഴിഞ്ഞ അനുഭവിച്ചോ കേട്ടോ. അവൻ ഭയങ്കര ധൈര്യമായിട്ടൊക്കെ പറയില്ലാന്ന്. അപ്പൊ ഗെയിം എന്താ അറിയോ ടീച്ചറെ? അതല്ല ഗെയിം, വേറെ ഗെയിം. ഇപ്പൊ ഞാന് 1 2 3 ആ ഒരു ഓർഡറിൽ പോവാ. ഞാൻ 1 പറഞ്ഞ ടീച്ചർ നെക്സ്റ്റ് 2 അല്ലേ ഉള്ളത്, അത് മലയാളത്തിൽ 2 എന്ന് പറയണം. റെഡി? ഞാൻ ചിലപ്പോ ഇംഗ്ലീഷ് പറയും, അത് മലയാളത്തിൽ പറയണം. ഞാൻ മലയാളത്തിൽ അടുത്ത സംഖ്യയാണ് ഞാൻ മലയാളത്തിൽ. അതെ. 1 2 3 4. ശരിയാ? ഓക്കെ. 5 6 7 8. കൊള്ളാലോ കളി. 9 10. പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി വേറെന്തെങ്കിലും ഗെയിം കൊടുക്കണോ? എന്ത് ഗെയിം കൊടുക്കണ്ടേ? എടാ എന്താണ് നിങ്ങൾ എല്ലാരും ഡാൻസ്? നിന്നെ ഡാൻസ് കളിപ്പിക്കട്ടെ ഞാൻ ഇവിടുന്ന്? വേണ്ട. കളിക്കോ? അടിപൊളിയായിട്ട് കളിക്കും. അവൻ കളിക്കൂ? ടീച്ചർ കളിക്കൂ ഡാൻസ്? ടീച്ചർ പാട്ട് പാടുവോ? പാട്ട് പാടൂല. ആ പാട് 2 വരി. റെഡി? 4 വരി. 4 വരി. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തുടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം, ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. താങ്ക് യു സോ മച്ച് ടീച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റെഡിയാണോ ഉത്തരം പറയാൻ? ആർക്കും ഇഷ്ടമില്ലാത്ത സുഖം എന്താ? എടാ കറക്റ്റ് ആൻസർ അസുഖാണ്. കറക്റ്റ് ആൻസർ. പേരെന്താ? ഋത്തിക്. ഒരു ക്ലാപ്പ് കൊടുത്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോ ആൻസർ പറ. 2 ആൾ ഇങ്ങ് വന്നേ. 2 ആൾ. എടാ നിങ്ങൾക്ക് സംശയമാണോ? വാ ഇങ്ങ് വാ, ഇവിടെ നിക്ക്. ഇനി നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല. ഇനി ആരും ആൻസർ പറയേണ്ടത്? ഇവർ 2 ആളല്ലേടാ. അപ്പൊ നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എന്താ ഇവന് നിർത്തില്ല കേട്ടോ ചിരി, അല്ലടാ? നിന്നെ ഞാൻ കാണുന്നുണ്ട്. അടുത്ത് ചോദിക്കട്ടെ? മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാ? ഫ്രൈഡേ. കറക്റ്റ് ആൻസർ. ഫ്രൈഡേ. ക്ലാപ്പ് ചെയ്തേ. അപ്പൊ ഗിഫ്റ്റ് തരാൻ ടീച്ചറെ വിളിക്കട്ടെ? വിളിക്കാം അല്ലേ? അപ്പൊ ടീച്ചർ ഒന്നും വരും. എടാ നീ ഇങ്ങ് പോവല്ലേ, ഇങ്ങ് വാ. അതിങ്ങ് ടീച്ചർ ഇങ്ങ് വരും. എവിടെ പോവാ? ക്ലാപ്പ് ചെയ്തേ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. ദിസ് ഇസ് മീ ശ്രീവിഷ. GLT presents Dhamaka Season 2 signing off. Bye.